ഇതിന് ക്ഷേമ പ്രവർത്തനങ്ങൾ സർക്കാർ നടത്തിയെന്ന് പറയുമ്പോഴും ഈ പെൻഷൻ കൊടുത്തു എന്നൊക്കെ പറയുമ്പോൾ ഒരു സ്റ്റണ്ടായി, ഇലക്ഷൻ സ്റ്റണ്ടായി ആണോ ആളുകൾ കണ്ടത്? സ്റ്റണ്ടായിട്ടല്ല, ഇതെല്ലാം വാങ്ങിച്ച് നല്ല ഭംഗിയായി സാമ്പാട് എന്നിട്ട് ഏതോ തക്കതായ എല്ലാം വാങ്ങിച്ച് ഭംഗിയായി സാമ്പാട് അടിച്ചിട്ടാണ് ജനങ്ങൾ നന്ദികേട് കാണിച്ചതാണോ? പിന്നല്ലാതെ നന്ദികേടെല്ലാം നല്ല അനുകൂലമാണോ? ക്ഷേമ പ്രവർത്തനം, റോഡ്, പാലം, വികസന പ്രവർത്തനം, ജനക്ഷേമ പരിപാടി ഇതുപോലെ കേരളത്തിൽ ജനങ്ങൾക്ക് നടക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ഇതെല്ലാം വാങ്ങി നല്ല ഭംഗിയായി സാപ്പാട് കഴിച്ചുകൊണ്ട് നല്ല ഭംഗിയായി നമുക്ക് വെച്ചുകൊണ്ടാണ് എണ്ണി തോന്നുന്നത്. ഈ ശബരിമല വിഷയമൊക്കെ വലിയ തിരിച്ചടിയായിട്ടുണ്ടോ? ശബരിമല വിഷയമൊന്നും അല്ലല്ലോ. ശബരിമല വിഷയത്തെ നമ്മളെന്നെ ഈ രാഹുൽ മാങ്കൂട്ടം വിഷയമൊന്നും ആളുകൾ രാഹുൽ മാങ്കൂട്ടം വിശേഷം അതൊന്നും വലിയ വിഷയമൊന്നും ആയില്ല. ഇല്ല. അപ്പൊ എന്താ മാങ്കൂട്ടത്തിനെ പോലുള്ള ആളുകൾക്കാണ് ഇന്ന് രക്ഷ എന്നാണ്. ഇടുക്കി പോലെയുള്ള ഒരു സ്ഥലത്ത് ഭൂപതിവ് ചട്ട ഭേദഗതി അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനമായി, എന്നിട്ട് ഇത്രയും വലിയൊരു തിരിച്ചടി ജില്ലാ പഞ്ചായത്ത് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത എന്തുകൊണ്ടാണ് ഇത്തരമൊരു വിധി വന്നതെന്ന് ഞങ്ങൾ പൂർണ്ണമായി എല്ലാ ഘട്ടത്തിലും പരിശോധിച്ചു.